പാലാ നഗരസഭയിൽ നിർണായക വിജയം നേടിയ പുളിക്കക്കണ്ടം കുടുംബത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിളിച്ച ജനസഭ ആരംഭിച്ചു. ഏത് മുന്നണിയെ പിന്തുണയ്ക്കുമെന്ന് യോഗത്തിൽ തീരുമാനിക്കും. 13, 14, 15 വാർഡുകളിൽ നിന്നുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ടോബി, ഈ യോഗത്തിൽ പരസ്യമായി ആർക്കൊപ്പം നിൽക്കണം, ഏത് മുന്നണിക്കൊപ്പം നിൽക്കണമെന്നത് അഭിപ്രായം പറയാം, ഇല്ലെങ്കിൽ എഴുതി നൽകാമെന്നതാണ് നിർദ്ദേശം. പരസ്യമായി തന്നെ ആളുകൾ പുളിക്കക്കണ്ടം ഫാമിലി എങ്ങോട്ട് പോകണം, ആരോടൊപ്പം നിൽക്കണമെന്ന് പറയുന്നുണ്ടോ? അങ്ങനെ ഇതുവരെയായിട്ടും ഒരു നിലപാട് ആരും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനുള്ള ഒരു അവസരം ഇപ്പോൾ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അതായത് ഈ വേദിയിൽ അല്ലെങ്കിൽ ഇവിടെ ഇവർക്ക് ഓരോരുത്തർക്കും ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ ആളുകൾക്കും അവരുടെ അഭിപ്രായം പറയാനും രേഖപ്പെടുത്താനുമുള്ള അവസരമുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് എഴുതി നൽകേണ്ടവർക്ക് അത് എഴുതി നൽകാം, അല്ലാത്തവർക്ക് മൈക്കിലൂടെ പറയാനുള്ളവർക്ക് അത് മൈക്കിലൂടെ പറയാം എന്നാണ് ഇപ്പോൾ ഇവിടെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ബിജു പുളിക്കക്കണ്ടം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ദിയ സംസാരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ബിനു സംസാരിക്കുക. എന്തായാലും ഈ ഒരു നിർണായകമായിട്ടുള്ള ഒരു യോഗം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പാലാ നഗരസഭയിലെ നിലവിലെ കക്ഷിനില അനുസരിച്ച് ഈ 3 പേരുടെയും തീരുമാനം അത് വളരെയധികം നിർണായകമാണ്. LDFും UDFും ഒരുപോലെ ഇരു മുന്നണികളും ഇവരെ സമീപിച്ചു. അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി ആർക്കും കേവല ഭൂരിപക്ഷമില്ല. LDFന് 12 സീറ്റ്, അതുപോലെ തന്നെ UDFന് 10 സീറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ പിന്തുണ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു ജനസഭ 13, 14, 15 വാർഡുകൾ 3 വാർഡുകളിൽ നിന്നാണ് ഇവർ ജയിച്ചത്. ആ 3 വാർഡുകളിലെ ആളുകളെ വിളിച്ചു ചേർത്ത് ഒരു യോഗം ചേർന്ന് അതിൽ ഒരു തീരുമാനമെടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും ആ യോഗം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ എന്താണ് ഇവരുടെ ഒരു തീരുമാനമെന്ന് വ്യക്തമാകും. ഇന്ന് രാവിലെയാണ് സത്യപ്രതിജ്ഞ നടന്നത്. വനിതാ ഇത്തവണ അധ്യക്ഷ സ്ഥാനം വനിതയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ദിയ ബിനുവിന് വലിയ സാധ്യതകളുണ്ട്. ദിയയെ ചെയർപേഴ്സൺ ആക്കണമെന്നുള്ള ആവശ്യമൊക്കെ മുന്നണികളോട് ഇവർ ആവശ്യപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന മിക്ക ആളുകളും അക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ആ തീരുമാനം നമുക്കറിയാൻ സാധിക്കും. പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങൾ ജനപ്രതിനിധികളായ അവരുടെ നിലപാടെന്താണ്, പാലാ ആര് ഭരിക്കുമെന്നത് അല്പസമയത്തിനകം അറിയാം. ഏതായാലും വലിയ പങ്കാളിത്തം പുളിക്കക്കണ്ടം കുടുംബത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ വിളിച്ച ആ ജനസഭയിലുമുണ്ട്. ടോബി ജോൺസണാണ് പാലായിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.